സ്കൂൾ സമയമാറ്റത്തിൽ മാധ്യമങ്ങളുടെ വിമർശനത്തിന് മറുപടിയുമായി സമസ്ത നേതാവ്. നുണപ്രചാരണം ശരി എന്ന ധാരണയിലാണ് ചില പത്രങ്ങളുടെ നിലപാടെന്ന് സമസ്ത നേതാവ് സത്താർ പന്തല്ലൂർ പറഞ്ഞു. വിദ്വേഷ പ്രചാരണം നടത്തി സമസ്തയുടെ വായ മൂടിക്കെട്ടാമെന്ന് ആരും കരുതേണ്ട എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട്. സമീർ, സമസ്തയുടെ പ്രശ്നം സർക്കാരിനോടാണ്. മറ്റ് പല കോണുകളിൽ നിന്നും ഉയരുന്ന വിമർശനങ്ങൾക്ക് കൂടി സമസ്ത നേതൃത്വം മറുപടി നൽകുന്നു. വിവരങ്ങൾ സമീർ. രാജ്യത്ത് സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ നിലപാടിൽ കടുത്ത വിമർശനമാണ് സംസ്ഥയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതിൻ്റെ പ്രതിഷേധം തുടരുകയുമാണ്. ഇതിനിടയിലാണ് ചില വാർത്തകൾ പ്രചരിക്കുന്നത്. അതിൽ ഇപ്പോൾ അടുത്ത ദിവസം മന്ത്രിയുമായി നടക്കേണ്ട ചർച്ചയിൽ അവതരിപ്പിക്കേണ്ട കരട് പുറത്തു വന്നു എന്നൊന്നും അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചില വിമർശനങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഓണം അതുപോലെ തന്നെ ക്രിസ്മസ് അവധികളുമായി ബന്ധപ്പെട്ട് സംസ്ഥ ചില നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള അത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ കൂടി ചേർന്നിട്ടുണ്ട്. അത് നവമാധ്യമങ്ങളും ഒപ്പം തന്നെ അതിന് ചൂട് പിടിച്ചുകൊണ്ട് ചില മാധ്യമങ്ങളും അത്തരം വാർത്തകൾ വരുന്നു. ഇത്തരം സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലായിരിക്കാം ഇന്നത്തെ ഈ ദീപിക പത്രത്തിലെ വാർത്ത വന്നത്, അത്തരം ഒരു ലേഖനം വന്നത് എന്നുള്ള ആ ഒരു വിമർശനത്തോടു കൂടിയാണ് സത്താർ പന്തല്ലൂർ ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇതൊരു വർഗീയ ധ്രുവീകരണത്തിലുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. സമസ്തയെ അതിൻ്റെ ഒരു ഭാഗമാക്കി നിർത്തുകയും അഭിപ്രായം പറയുന്നവരെ മറ്റൊരു തലത്തിലേക്ക് മാറ്റി അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. എന്നാൽ നിലവിൽ ഇത്തരത്തിലുള്ള ഒരു കരട് തയ്യാറാവുകയോ മറ്റോ ചെയ്തിട്ടില്ല. അത്തരമൊരു ഘട്ടത്തിൽ പോലും സംസ്ഥയ്ക്കെതിരെ വലിയ വിമർശനം ഉണ്ടാവുകയും സംസ്ഥയുടെ വായ മൂടിക്കെട്ടാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. എന്നാൽ അതിന് സംസ്ഥ മുതിരില്ല. സംസ്ഥയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പറയും, നിലപാട് വ്യക്തമാക്കുകയും ചെയ്യും. മന്ത്രിയുമായി വൈകാതെ തന്നെ ചർച്ച നടത്തും. ആ ചർച്ചയിലായിരിക്കും എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമായി പറയണം, അതുമായി സംബന്ധിച്ചുള്ള അന്തിമ കരട് തയ്യാറാക്കുകയും അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സംസ്ഥ സമർപ്പിക്കുകയും ചെയ്യുക. അതിനിടയിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വലിയ വേദനയുണ്ടാക്കുന്നു. അതൊരു വർഗീയ ധ്രുവീകരണത്തിനുള്ള സാഹചര്യമാണ് ഉണ്ടാക്കുക എന്ന കാര്യം കൂടി സത്താർ പന്തല്ലൂർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരം ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥയുടെ വായ മൂടിക്കെട്ടാൻ ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ അത് നടപ്പാകില്ല. വിദ്വേഷ പ്രചാരണം നടത്തി സംസ്ഥയുടെ വായ മൂടിക്കെട്ടാമെന്ന് ആരും കരുതണ്ട. അത്തരം ഒരു സാഹചര്യമല്ല ഉണ്ടാവുക. നിലപാട് ശക്തമായി തന്നെ പറയും എന്ന കാര്യം കൂടി സംസ്ഥയുടെ നേതാവായിട്ടുള്ള സത്താർ പന്തല്ലൂർ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഈ ദീപികയിൽ വന്നിട്ടുള്ള ഈ ഒരു ലേഖനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കുറിപ്പുണ്ടായിരിക്കുന്നത്. അതേസമയം തന്നെ ദീപികയെ മാത്രമല്ല മറ്റ് പല മാധ്യമങ്ങളും ഇത്തരം പ്രചാരണം നടത്തുന്നുണ്ട് എന്ന കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ശരി, സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയാണ്.